യെസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്താ സർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. കാരണം അതിനകത്ത് ഒരുപാട് മിസ്റ്റേക്സ് ഒന്നും ഞാൻ കണ്ടില്ല. ആകെ പൂവായി വിരിഞ്ഞു തേനായി ആ ഒരു സ്ഥലം മാത്രം കുറച്ചൊന്ന് സ്ലിപ്പായി. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നന്നായിരുന്നു കേട്ടോ. കാരണം ഇതൊരു വലിയ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു സോങ് അല്ല. പിന്നെ ഇത് രണ്ടുപേര് പാടിയത് ഒറ്റയ്ക്ക് പാടി എന്നുള്ളതിന്റെ ഒരു ക്രെഡിറ്റ് ആണ്. പക്ഷെ അത് അറിഞ്ഞില്ല കേട്ടോ. കാരണം ഈ രണ്ടുപേരുടെ പാട്ടാണ് എന്നുള്ള ഒരു കാര്യം മോള് പാടിയപ്പോഴത്തേക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒരു സോളോ സോങ് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. സ്വാഭാവികമായിട്ട് എപ്പോഴും ഇടിച്ചു നിൽക്കാറുണ്ട്. കാരണം മെയിൽ കഴിഞ്ഞിട്ട് ഫീമെയിൽ തുടങ്ങുമ്പോഴത്തേക്ക് ഗ്യാപ്പ് കിട്ടാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പാടി. എനിക്ക് തോന്നി ഈ സ്ഥലം അനുപല്ലവിയില് പൂവായി വിരിഞ്ഞെന്ന് പാടിക്ക. അതൊന്ന് പാടിക്ക. കറക്റ്റാ, ഇപ്പൊ പാടി കറക്റ്റാണ്. നേരത്തെ അത് വന്നില്ലായിരുന്നു, ഒരു ചെറിയ സ്ലിപ്പ് വന്നു. ഇത്രേ എനിക്ക് തോന്നിയുള്ളൂ, വേറൊന്നുമില്ല. നന്നായിരുന്നു നമ്മള്. വെരി ഗുഡ്. താങ്ക് യു സർ. ഇത് പുതിയ സാധനമാണല്ലോ. അല്ല, ഇത് സ്ഥിരമുള്ളതാ. അവര് തമ്മിലുള്ള ഞാൻ വിചാരിച്ചത് എന്താ പെട്ടത്. ഞാൻ കമന്റ് ഞാൻ പടക്കെ എഴുതി അറിയാതില്ലേ. ഓക്കെ, അപ്പൊ ഗൗതമി കുട്ടി, എന്താ സർ? എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. നന്നായിട്ട് പാടി, വളരെ നന്നായിട്ട് പാടി. എനിക്കും ഈ തേനായി എന്നുള്ളത് സെക്കൻഡ് ടൈം ആണെന്ന് തോന്നുന്നു, സ്ലിപ്പായി പോയി.
പിന്നെ ലാസ്റ്റ് ചരണം കഴിഞ്ഞിട്ട് വന്ന ഒരു എന്നുള്ളിലേതോ ആ. അതിന്റെ നോട്ട് എന്താ വ്യത്യാസം ഉണ്ടോ? ചരണം കഴിഞ്ഞിട്ട് ഒരു വട്ടം കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ടൈം വരും. അതെങ്ങനെയാണ്? എന്നുള്ളിലേതോ, അപ്പൊ അത് കറക്റ്റ് തന്നെയാ. അതും പിന്നെ എന്നുള്ളിലേതോ. പല വെറൈറ്റിയിൽ പാടിയിട്ടുണ്ട് അല്ലേ? ആ രണ്ടും ഡിഫറൻസ് വരും. യെസ് യെസ്, വെരി ഗുഡ്. അപ്പൊ അത് മാത്രമേ ഉള്ളൂ, തേനായി മാത്രമാണ് പ്രശ്നമായത്. എന്താണ് തേനിനോട് ഇത്ര വലിയ വിരോധം? അല്ല അങ്ങനെയൊന്നുമില്ല, പാടി തേൻ മരുന്നാണല്ലോ മധു എന്നുള്ളത് തേനാണല്ലോ. തേനായിരിക്കണേ, അതായത് ഇംഗ്ലീഷിൽ പറഞ്ഞ ഷുഗർ ബേബി. ഹണി. ഗൗതമിക്കുട്ടി, അപ്പൊ ഇതൊക്കെ ആ ഒരു ഭാഗം തേനായി മാത്രമേ ഉള്ളൂ പ്രശ്നം, ബാക്കി എല്ലാം ഓക്കെയാണ്. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. സ്റ്റീഫൻ ചേട്ടാ, ഓ. ഈ പാട്ടും സ്റ്റീഫൻ ചേട്ടനുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇത് ഞാൻ കീബോർഡ് വായിച്ചായി. അതൊരു വലിയ കണക്ഷൻ അല്ലേ? കമ്പോസർക്കല്ല അതിന്റെ ക്രെഡിറ്റ്, നമ്മളൊക്കെ പ്രോഗ്രാമിംഗ് അല്ലേ? പ്രോഗ്രാമിംഗ്. അപ്പൊ ഗൗതമി കുട്ടി എന്താ സർ? അങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവിടുന്ന് ഒരു ഓടി, ഒരു നാടകത്തിലെ നടി ഓടി വരുന്ന മാതിരി ഒരു ഓട്ടം. ഞാൻ വെച്ചു ഇവിടെ എന്താ മല മറിക്കുന്നൊക്കെ പറഞ്ഞു പിന്നെ ഫുൾ ചമ്മി നാറി ചെറിയ കുട്ടി ഡാൻസ് പാട്ട് കലക്കി. താങ്ക് യു സർ. പാവം എന്തായാലും ഡാൻസേഴ്സ് അവരെല്ലാം പ്രൊഫഷണൽസ് അല്ലേ, അവര് മുമ്പിൽ വെച്ച് പാവം ഒരു അശുമാരി നിന്നിട്ട് ഇങ്ങനെ ആവണം. എനിക്ക് ഭയങ്കര വിഷമായി പോയി. പക്ഷെ ഓട്ടൊക്കെ കലക്കി കേട്ടോ, ആ ഡ്രസ്സും അതൊക്കെ ഇക്കോണത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടാ തോന്നുന്നു. ഈ ധാവണിയുടെ കളറും സൺഫ്ലവറും അല്ലേ, അതൊക്കെ നല്ല രസമായിരുന്നു. കണ്ണില് ഭയങ്കര കുളിർമയുണ്ടായിരുന്നു എല്ലാവരും. ലൈറ്റിംഗ്, കളർ കോമ്പിനേഷൻ ഒക്കെ നല്ല. അതെ, ഒരു വൺ പ്രൊഡക്ഷൻ ഫീൽ ചെയ്തു. മോളുടെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞ മാതിരി എംജങ്ങൾ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് കാണിക്കാനുള്ള ഒരു പാട്ടൊന്നും അല്ല, പക്ഷെ ആ ഒരു ഇമ്പം മോള് കറക്റ്റ് ആയി കൊണ്ടുവന്നു. യു പ്രസന്റഡ് വെരി വെൽ. അതെ, അപ്പോ കലക്കി. താങ്ക് യു മോളെ. So today we are giving you 99 out of 100. Okay. So ആദ്യ ഒരു സ്റ്റീഫൻ പുകുരി. അപ്പൊ ഗൗതമിക്കുട്ട ഇനിയും ഇങ്ങനെ ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. അറിയാലോ നമ്മുടെ ഫൈനൽസ് ഒക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം അടിപൊളിയായിട്ട് പഠിച്ചു. ഓൾ ദി ബെസ്റ്റ്. ബൈ.